ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മലപ്പുറം കിച്ചൺ, മലപ്പുറം താത്ത എന്നുള്ള പേരിലായിരുന്നു ആ ആദ്യത്തെ അവരുടെ ചാനൽ. ആ ചാനൽ ഒരുപാട് പേർക്ക് ഒരു മാതൃകയായിട്ടുള്ള ഒരു ചാനലായിരുന്നു കേട്ടോ. ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് എല്ലാ വെല്ലുവിളികളെയും ഏറ്റെടുത്തിട്ട് ഒരു ചാനൽ തുടങ്ങിയ ആളാണ് മലപ്പുറം കിച്ചണിലെ മലപ്പുറം താത്ത. അവർ വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ കയ്യോ അതായത് ആ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആദ്യം അവർ ശരിക്കും പറഞ്ഞാൽ ബുർക്ക ഇട്ടിട്ടാണ്, അതായത് പർദ്ദ ഇട്ടിട്ടാണ് അവരുടെ ചാനലിൽ വരണത്. അവരുടെ മുഖം കാണിക്കുന്നില്ല, മുഖം കെട്ടിയിട്ട്. എന്നിട്ട് പോലും അവരുടെ ആ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന അടുക്കള അത് വളരെ പ്രശസ്തി ആർജിച്ചു. അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഒരുപാട് മലപ്പുറം വടക്കിനി, മലപ്പുറം താത്ത എന്ന് പറഞ്ഞ ഒരുപാട് ചാനലുകൾ മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. എന്തായാലും മലപ്പുറം കിച്ചണിലെ അവർ വളരെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ, യൂട്യൂബിൽ നിന്ന് അവരുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കാൻ, അവരുടെ ജീവിത സാഹചര്യം പറയുകയാണെങ്കിൽ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ്. നമ്മൾ പുറത്ത് ഒരു കട കരിമ്പിൻ ജ്യൂസാണെന്ന് തോന്നുന്നു. അപ്പോൾ 3 കുട്ടികളുണ്ട്. അയാൾ അവരെ നന്നായി നോക്കുന്ന ഒരാളാണ്, അത് പ്രത്യേകം പറയാതെ വയ്യ. നല്ല അധ്വാനിയായിട്ടുള്ള ഒരു ഭർത്താവാണ്. പ്രത്യേകിച്ച് മലപ്പുറം താത്തയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ യൂട്യൂബിലേക്കുള്ള വരവ്, അതിനെ തുടർന്നുള്ള അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഉന്നമനം, അതൊക്കെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അതുവരെ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് അവരത് വീടിനെ മോഡിഫൈ ചെയ്യാനും കാറ് വാങ്ങി ഡ്രൈവിങ് പഠിച്ചു, കാർ ഡ്രൈവ് ചെയ്ത് പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഭൗതിക സാഹചര്യങ്ങൾ കൂടുമ്പോൾ, അതുവരെ ആ ലിമിറ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുമ്പോൾ അതിന് പല ചോദ്യങ്ങളും, ഇത്ര എന്തിന് ചിലവാക്കി, എന്തിനിങ്ങനെ ധാരാളിത്തത്തിന് പോകണു, എന്തിനാണ് ഇങ്ങനെ കാർ എടുക്കുന്നത് എപ്പോഴും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്പുറത്തെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയൊരു പിണക്കം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പൈസയല്ലേ, ഞാൻ നിങ്ങളുടെ പൈസ ഒന്നും എടുക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവർ തുടക്കത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കുറേ നാളത്തേക്ക്, എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസം 2 മാസത്തോളം പിണങ്ങി നിൽക്കുന്നു. ദാമ്പത്യ ബന്ധത്തിന്റെ ചെറിയ വിള്ളലുകളിലേക്ക് കിടക്കുന്നു. അവർ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവർ വീണ്ടും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവരുടെ സാധാരണ പോലെ അവരുടെ വീഡിയോകൾ, വീട്ടിലെ വിശേഷങ്ങൾ, അങ്ങനെ വീണ്ടും അവർ ഈ നോമ്പുകാലത്ത് വീണ്ടും പിണങ്ങി വന്നിരിക്കുകയാണ്. ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ കുട്ടികളെ പരീക്ഷേനെ ഫേസ് ചെയ്യുന്ന ഈ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ മാനസിക പിന്തുണ നൽകിയിട്ട് ആ വീട്ടിൽ തീരെ വയ്യെങ്കിൽ ഒരു കിടപ്പ് ആയിട്ട് ഒരു കട്ടിലൊരു ഓരത്ത് കിടന്നിട്ടായാലും മക്കളെ മാനസികമായി പിന്തുണയ്ക്കേണ്ട ഒരു അമ്മ ഈ സമയം നോക്കി തന്നെ അവിടുന്ന് പിൻവലിയാണ്. മൂത്ത മകളെ SSLC എക്സാം എഴുതണമെന്നാണ് അടിയിൽ ഒരുപാട് പേര് അത് കമൻറ്റ് ചെയ്ത് കണ്ടു. ആ കുട്ടിയുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഈ SSLC എക്സാം. ആ കുട്ടിയുടെയും ആ കുഞ്ഞുങ്ങളുടെ ആ പരീക്ഷേനെ ഫേസ് ചെയ്യുന്ന മറ്റു കുട്ടികളുടെയും മാനസിക വ്യത എന്തുമാത്രമായിരിക്കും അല്ലേ. സ്വന്തം അമ്മ പിണങ്ങിപ്പോയി, അതിൻ്റെ അരക്ഷിത ബോധത്തിലേക്കാണ് ആ കുട്ടികൾ ഓരോ പ്രഭാതത്തിലും കണ്ണു തുറക്കുക. അവർ തന്നെ സ്വയം ചെയ്യേണ്ടി വരുന്ന ജോലികൾ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഇന്നത് പഠിച്ചോ എന്ന് നമ്മളെല്ലാ കുട്ടികളും 3 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ അമ്മ എത്ര അവരെ മാനസികമായി പിന്തുണയ്ക്കണം. അതൊന്നുമില്ലാതെ നിസ്സാരമായിട്ടുള്ള ഈഗോ ക്ലാഷ്, പ്രത്യേകിച്ച് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരുടെ ഭർത്താവിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള കുറച്ച്, അതായത് സ്വന്തം ബന്ധുക്കളെ അയാൾ കൺസേൺ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കണം അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിൻ്റെ കാരണം. പിന്നെ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു റൊമാൻറ്റിക് ഭാവം അയാളിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം അയാളൊരു നാട്ടുംപുറത്തുകാരനായ ഒരു ജെനുവിൻ ഹസ്ബൻഡാണ്, വളരെ അധ്വാനിയാണ്. അയാൾ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ മക്കളെയും ഭാര്യയും പൊന്നു പോലെ നോക്കുന്നുണ്ടല്ലോ, ഞാൻ അവർക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, പിന്നെ ഞാൻ അവരോട് പ്രത്യേകമായിട്ട് സ്നേഹം കാണിക്കണം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർ ചെറുപ്പമാണ്, 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഇയാളുടെ ഒപ്പം തന്നെ ഇപ്പോൾ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു, കാർ വാങ്ങുന്നു, ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു സമയത്ത് അവരിലെ ഭാര്യ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുന്നില്ല. നീ മിടുക്കിയാണ്, അല്ലെങ്കിൽ നീ ഇത്രയൊക്കെ നമ്മുടെ ജീവിതത്തിനെ ആക്കാനായിട്ട് പ്രയത്നിച്ചുല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഗ്രാജുലേഷൻ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് കൂടുതൽ സ്നേഹം, അതായത് അവരുദ്ദേശിക്കുന്നത് വെർബലായിട്ടുള്ള സ്നേഹം, അതൊന്നും ചില ഭർത്താക്കന്മാർക്ക് ഒരിക്കലും എത്ര പറഞ്ഞാലും അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവർ വളർന്ന സാഹചര്യവും അവർ ജീവിക്കുന്ന സാഹചര്യവും, അവരെ ഒരു വർക്ക് ഹോളിക്കായിട്ടുള്ളൊരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് കുറേ പുന്നാരം പറഞ്ഞിരിക്കാനൊന്നും അയാൾക്ക് പറ്റിയെന്ന് വരില്ല. അത് മനസ്സിലാക്കേണ്ടത് 3 മക്കളുടെ അമ്മയായി പക്വമായിട്ടുള്ള പ്രായത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ തന്നെയാണ്. ഈ നിസ്സാരമായിട്ടുള്ള തൻ്റെ പ്രസൻസ് ഏറ്റവും അധികം ആവശ്യം വേണ്ട സമയത്ത് എന്നാൽ പിന്നെ ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കി കളയാമെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വന്നാലും അവർ പറയുന്നുണ്ട് 15 ദിവസം അവർ വീഡിയോ ഇട്ടിട്ടില്ല എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ ഈ യൂട്യൂബ് വീഡിയോ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും ടെൻഷൻ അടിക്കുന്ന ആൾ 15 ദിവസം ഈ വീഡിയോ ഇടാതെ ആവുമ്പോൾ അവരുടെ മനസ്സിലെ
സമ്മർദ്ദം എത്രമാത്രമാവും. അവർക്ക് പലരും അടിയിൽ എഴുതി കണ്ടു അവർക്ക് ഡിപ്രഷനാണെന്ന്. ഈ ഡിപ്രഷൻ കൂട്ടാനല്ലാതെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ്, സ്വന്തം വീട്ടിലേക്ക് പിണങ്ങി അല്ലെങ്കിൽ അല്ലാതെ തന്നെ ശാരീരികമായിട്ട് സുഖമില്ലാതാണെങ്കിൽ തന്നെയും തൻ്റെ കുടുംബത്തിൽ നിന്ന് കുറേ അകലം പാലിച്ച് ഇങ്ങനെയുള്ള സമയത്ത് ഒരു തലക്കിൽ കിടന്നിട്ടായാലും എൻ്റെ മക്കളെ പിന്തുണയ്ക്കേണ്ട ഒരു അമ്മ സ്വന്തം വീടിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് ഓടി വന്ന് അവർ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടാവും? ഒരിക്കലും ഇല്ല. അവരുടെ ടെൻഷനും പ്രഷറും അവരെപ്പോഴും അവരുടെ ഡെയിലി റുട്ടീൻ മനസ്സിൽ കാണുമായിരിക്കും. രാവിലെ എണീറ്റ് മക്കൾ ഇന്നത് ചെയ്തോ, ഭർത്താവിന് ചൂടുവെള്ളം കൊടുത്തു, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. മക്കൾ നന്നായി പഠിച്ചിട്ടുണ്ടാവുമോ, അവർ സന്തോഷമായിട്ടാണോ പോകുന്നുണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ തന്നെയായിരിക്കും അവരിവിടെ ഇരുന്നാലും അവരുടെ മാനസികമായിട്ടുള്ള തലം കടന്നു പോവുക. എന്തൊക്കെയായാലും ഇതിന് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, അസുഖങ്ങളില്ല, അവർക്ക് ജീവിതത്തിൽ എല്ലാ സമ്പത്തും ഇതുമൊക്കെ ദൈവം കൊടുക്കുമ്പോഴും ഈ നിസ്സാരമായിട്ടുള്ള ഈഗോനെ വെച്ച് അവർ സ്വന്തം വീട്ടിലേക്ക് മാറുന്നു. ഈ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഭാര്യയുടെ അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ഇല്ലാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ആ അമ്മ അവരുടെ മനസ്സിൽ നിന്നും, ആ ഭാര്യ അയാളുടെ മനസ്സിൽ നിന്നും അകന്നു പോകാനേ ഇവരുടെ ഈ പിണക്കം ഉപകരിക്കൂ എന്നുള്ളത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.